ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് മുതിരക്കറി വെച്ചല്ലോ. നല്ല ടേസ്റ്റി ഉണ്ട്, ഹെൽത്തി ആയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മുതിരക്കറി വെച്ചിരിക്കാം. വളരെ സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ടാണ് നമുക്കത് ചെയ്യുക. ആദ്യമായിട്ടൊരു 6 മണിക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് 2-3-4 പീസിൽ വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് 2-3 പ്രാവശ്യം ലൈറ്റ് അതുപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ, വളരെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ പാടില്ല. ലൈറ്റ് 2 ചുട്ടിയിട്ടങ്ങ് എടുക്കുക. എന്നിട്ട് നമുക്കൊരു ഒരു ഒരു പാനിലോട്ട് നമുക്ക് വയ്ക്കാം. നമുക്ക് ഒന്ന് ഹീറ്റാകുമ്പോൾ നമുക്കതിലോട്ട് എണ്ണ ഒഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. വളരെ സിമ്പിൾ ചേരുവയാണ് നമ്മളിത് ചേർത്തതുള്ളത്. എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് കടുക് ഒഴിക്കുക. കരിവേപ്പില ഇടുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ കരിവേപ്പിലില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനോടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ജീരകം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് ധാരാളം, ഒരു 10 അല്ലി ചേർക്കാം. അല്ല, നമുക്ക് ആരോഗ്യം നല്ലതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വിശക്കാം. നമുക്ക് നല്ലോണം വേകണം. നമുക്ക് ഈ കുഞ്ഞുള്ളിയും ഈ വെളുത്തുള്ളിയൊക്കെ നല്ലോണം വേകണം, വെന്ത് ഉടയണം. അപ്പോൾ എന്നിട്ട് ഇതിൽ കുറച്ച് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ. തക്കാളി നല്ല വെന്ത് ഉടയണം, നല്ലോണം മിക്സ് ചെയ്ത് നല്ല ഉടയണം. നല്ലോണം വെന്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് ചേരുവകളാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഈ കുളമ്പ് മസാല എന്ന് പറയും. ഈ തമിഴ്നാട്ടിലൊക്കെ കിട്ടും. അത് നമുക്ക് എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. ഇതൊക്കെ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആരോഗ്യത്തിന് നല്ല ബെനിഫിറ്റാണ്, നമ്മുടെ ശരീരത്തിന് നല്ല ബെനിഫിറ്റാണ്. നല്ല ഡൈജഷനും നമ്മളെ കുതിരയ്ക്ക് കൊടുക്കുന്നതാണ്. കുതിരയ്ക്ക് കൊടുക്കുന്നതാണ്. നല്ല എല്ലിനൊക്കെ നല്ലൊരു ബലം നൽകുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇത് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. മസാല ചേർത്ത് വെക്കാം. വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുഴമ്പ് മസാലയുമാണ് കേട്ടോ. വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കറി വെച്ചതുമായി നമ്മളെ ശരീരത്തിന് ബെനിഫിറ്റ് ഉള്ളതായിരിക്കും കേട്ടോ. വേറെ ഒരു മസാലയൊന്നും ചേർത്തിട്ടില്ല. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. കുറച്ച് വെള്ളം കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ നിറയെ പോയിട്ടുള്ളവർക്കൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാകും. അവർ കേരളത്തിൽ വളരെ കുറവാണ് ചെയ്യുന്നത്. എന്നാൽ തമിഴ്നാട്ടിലുള്ള മസ്റ്റായിട്ട് അവർ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ ഇത് ചെയ്യാത്ത ദിവസം, ഈ കറി വയ്ക്കാത്ത ദിവസം കാണില്ല. നല്ലോണം വേകണം. നല്ലോണം ചൂടാവട്ടെ. നല്ല ചൂടായതിനു ശേഷം കുറച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ക്രഷ് ചെയ്ത് വെച്ച അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തോളൂ കേട്ടോ. നല്ലോണം അതായതിനു ശേഷം കുറച്ചും കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് തിക്കായിട്ട് വേണോ നല്ല ഇതായിട്ട് വേണോ ആണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഉപ്പിട്ടായിരുന്നു, കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ വീട്ടിലെ ചെറിയ ചേരുവകൾ ഉപയോഗിച്ച് തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല ആരോഗ്യമായിട്ടുള്ള നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഇതാണ്. മറ്റുള്ള കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ എന്തൊക്കെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് നമുക്കറിയില്ല. വളരെ സിമ്പിളായിട്ടാണ്. ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമെങ്കിലും വെച്ച് കഴിക്കണം. അതാണ് നമ്മളിതിൽ എല്ലാം നല്ല ചേർത്തിട്ടുള്ളത്. എല്ലാം നമുക്ക് ആരോഗ്യത്തിനും നല്ല ബെനിഫിറ്റുള്ള എല്ലാം. വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഒക്കെ നല്ലോണം വെന്ത് ഉടയണം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കിങ്ങനെ പോവും. നല്ല ആഹാരങ്ങളൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. ഇതാണ് നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. Thank you.